നീ പേടിക്കാതിരിക്ക. എന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം ഞാൻ ചെയ്തോളാം. നീ ഫോൺ വെക്ക. ഹോസ്പിറ്റലിന്റെ പേരറിഞ്ഞിട്ട് അവൾ എന്ത് ചെയ്യാനാ? അറിയില്ല. എന്താ പറു, വലിയ നിലവിളി ബഹളമൊക്കെ ആയിരുന്നല്ലോ. ഒരു ടെസ്റ്റ് നടത്തുന്നതിന് എന്തിനാ ഇത്രയും പേടിക്കുന്നേ? ഇനി നിനക്ക് വേറെ വല്ല പ്രശ്നമുണ്ടോ? ചേച്ചി ഒന്നും മിണ്ടാതെ പോകുന്നുണ്ടോ? കരുനാക്കെടുത്ത് വളച്ചോളും. ഇപ്പൊ ഞാൻ ചോദിച്ചതാ കുറ്റം. നിന്നോടൊക്കെ മിണ്ടാൻ വന്ന എന്നെ പറഞ്ഞാ മതി. നീ വാ. നീ ഇങ്ങനെ വെപ്രാളം കാണിച്ച് നടക്കല്ലേ. ആളുകൾക്ക് കൂടുതൽ സംശയം തോന്നും. മീര എന്തെങ്കിലും ചെയ്യാന്ന് വാക്ക് പറഞ്ഞതല്ലേ. തൽക്കാലം അവളെ വിശ്വസിക്ക്. വാ. നിങ്ങളെന്താ ജോലി അത് ഇവിടെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത്? ആ കരുണാകരം കണ്ട പിന്നെ അത് മതി. വേഗം ചെന്ന് ജോലി എടുക്കുക. പറു, സോറി, നിന്നെ ഞാൻ നിർബന്ധിക്കാൻ പാടില്ലായിരുന്നു. നിനക്ക് എന്നോട് വിഷമമൊന്നും തോന്നരുത്. വിഷമം തോന്നാതിരിക്കോ? എനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് ഞാൻ പ്രിയഞ്ചേട്ടനോട് പറഞ്ഞോ? എനിക്കൊരു കുഴപ്പമില്ലെന്ന് നിലവിളിച്ചോണ്ട് ഞാൻ പറഞ്ഞതാ. നിങ്ങൾ ആരെങ്കിലും അത് കേട്ടോ? എന്നെ ഇങ്ങനെ പിടിച്ചു വെച്ച് ടെസ്റ്റ് നടത്തിയപ്പോ നിങ്ങക്ക് സമാധാനായോ? പ്രിയഞ്ചേട്ടൻ ഇങ്ങനൊരു ചതി ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? കമ്പനിയിലെ എല്ലാ തൊഴിലാളികളുടെയും ടെസ്റ്റ് എടുക്കുന്ന കൂട്ടത്തിലല്ലേ നിന്റെ ടെസ്റ്റും എടുത്തത്? ഞാനും ടെസ്റ്റ് എടുത്തു. ഇതേ ടെസ്റ്റ് പുറത്തെടുക്കണമെങ്കിൽ എത്ര രൂപ ചെലവാവും? നമ്മുടെ കമ്പനിയിൽ അത് ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നില്ലേ? അത് നമ്മുടെ നല്ലതിന് വേണ്ടിയല്ലേ പാറു? എനിക്കൊരു കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടും എന്നെ എന്തിനാ ടെസ്റ്റ് എടുക്കാൻ നിർബന്ധിച്ചത്? നിനക്ക് ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ ബ്ലഡ് എടുക്കുന്നതിന് എന്താ കുഴപ്പം? നീ വരില്ല എന്ന് വാശി പിടിച്ചതുകൊണ്ടല്ലേ എല്ലാവർക്കും നിന്നെ നിർബന്ധിക്കേണ്ടി വന്നത്. എല്ലാരും അത് ചെയ്തത് നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ പാറു? നിനക്കൊരു കുഴപ്പമില്ലെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? പിന്നെന്തിനാ പാറു ടെൻഷൻ അടിക്കുന്നത്? നിനക്കൊരു കുഴപ്പമില്ലെന്ന് തന്നെ ഞാനും വിശ്വസിക്കുന്നത്. വൈകുന്നേരം റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാം ഉറപ്പിക്കാമല്ലോ. ആരും ഒന്നും ഉറപ്പിക്കണ്ട. ആ ആശുപത്രിയിലേക്ക് വിളിച്ച് എന്റെ രക്തം പരിശോധിക്കണ്ടെന്ന് പറ. എനിക്ക് അവരെ പരിചയമൊന്നുമില്ല. അരവിന്ദ് സാറാ എല്ലാം അറേഞ്ച് ചെയ്തത്. എന്നാൽ അരവിന്ദ് സാറിനെ വിളിക്കേ. നീ എന്തിനാ ഇത്രയും ടെൻഷൻ അടിക്കുന്നത്? നിനക്ക് ശരിക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഉണ്ടെങ്കിൽ എന്നോട് തുറന്നു പറ. എനിക്കൊരു കുഴപ്പമില്ല. ശരി, എന്നാ വെറുതെ ടെൻഷൻ അടിക്കാതെ പോയി ജോലി ചെയ്യ. ഓ മൈ ഗോഡ്, ഇവളുടെ ബ്ലഡ് ടെസ്റ്റ് നടത്തിയോ? ശോ, ഇനി ഇവള് ഗർഭിണിയാണെന്ന് എല്ലാവരും അറിയും. ഓ, എല്ലാം ഒന്ന് ശരിയായി വരുമ്പോഴേക്കും ദേ പുതിയൊരു പ്രശ്നം. പാർവതിയുടെ റിസൾട്ട് ഒരിക്കലും പുറത്ത് വരരുത്. എങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റൂ. യെസ് അരവിന്ദ്, സ്റ്റാഫിലെത്തി കഴിഞ്ഞു. വൈകാതെ തുടങ്ങും. താങ്ക്സ് ലോട്ട്. ഓക്കെ, സീ യു. കൈലാഷ്, നിനക്ക് എന്നെ ഈ കമ്പനിയുടെ സിഇഒ ആയി ബഹുമാനിക്കാൻ ഒരു ഉദ്ദേശവും ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞാ മതി. ഞാൻ റിസൈൻ ചെയ്തിട്ട് പൊയ്ക്കോളാം. മുക്ത, കാം ഡൗൺ. ഇങ്ങനെ ദേഷ്യപ്പെടാനും മാത്രം എന്താ സംഭവിച്ചത്? ഈ കമ്പനിയിൽ നടക്കുന്നതൊന്നും എന്നെ അറിയിക്കരുതെന്ന് വല്ല വാശിയുണ്ടോ കൈലാഷിന്? ഞാൻ എന്തറിയിച്ചില്ലെന്നാ നീ പറയുന്ന? ഇവിടെ മെഡിക്കൽ ക്യാമ്പ് നടത്താൻ പോകുന്ന കാര്യം കൈലാഷ് എന്താ എന്നോട് പറയാത്തെ? ഓ, അതാണോ? അത് ബിസിനസ് സംബന്ധമായ ഒരു ഡിസിഷൻ അല്ലല്ലോ. സ്റ്റാഫ്സിന്റെ നല്ലതിനു വേണ്ടി ചെയ്യുന്ന ഒരു കാരുണ്യ പ്രവർത്തനമല്ലേ? അതാ നിന്നോട് ചോദിക്കാത്ത. ഇങ്ങനെ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുമ്പോ അത് കമ്പനിയുടെ വർക്കിംഗ് ടൈമിനെ ബാധിക്കില്ലേ? അത് ബിസിനസ് സംബന്ധമായ കാര്യമല്ലേ? ഇന്ന് നമ്മുടെ പുതിയ ക്യാൻറ്റീൻ തുറക്കുന്നുണ്ട്. അതിന്റെ തിരക്കില് ഇന്നത്തെ പ്രൊഡക്ഷൻ കുറവായിരിക്കുമെന്ന് ഞാൻ നേരത്തെ തന്നെ കണക്ക് കൂട്ടിയിരുന്നു.
സോ യു ജസ്റ്റ് റിലാക്സ്. കൈലാഷിനത് പറയാം. ഇതിന്റെ എക്സ്പെൻസും കമ്പനിക്ക് സംഭവിക്കുന്ന ലോസും അങ്കിളിനോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഞാനാ. ഡാഡിയോട് ഞാൻ സംസാരിച്ചോളാം. പിന്നെ ആ ഹോസ്പിറ്റലിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത് ഫ്രീ ആയിട്ടാണ്. അവരുടെ ആശുപത്രിക്ക് അതൊരു പബ്ലിസിറ്റി ആവുമല്ലോ. അരവിന്ദാണ് എല്ലാം ശരിയാക്കിയത്. എങ്ങനെയെങ്കിലും ഹോസ്പിറ്റൽ ഏതാണെന്ന് കണ്ടുപിടിച്ച് പാർവതിയുടെ റിസൾട്ട് പുറത്തു വരാതെ തടയണം. ആ ഓക്കെ. ബൈ ദ വേ, ഏതാണ് ഹോസ്പിറ്റൽ? നീ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത്? ആ, അല്ല, എനിക്കും ചെക്കപ്പ് നടത്താലോ, ഫ്രീ അല്ലേ? ഇത് മെഡിക്കൽ ചെക്കപ്പിന് പോവാൻ ക്യാഷ് ഇല്ലാത്തവർക്ക് വേണ്ടി നടത്തുന്ന ക്യാമ്പാണ്. ഈ കമ്പനിയുടെ സിഒ ഫ്രീ ചെക്കപ്പ് വേണോന്ന് പറഞ്ഞാൽ ആളുകൾ കളിയാക്കും. ഇനി നിനക്കങ്ങനെ പോണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ഫാമിലി ഡോക്ടറിന്റെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വിളിച്ചു പറയാം. ഒരു ഫുൾ ചെക്കപ്പ് തന്നെ നടത്തിക്കോ. ഏ നോ നോ നോ, ഞാൻ പിന്നെ നടത്തിക്കോളാം. ഓക്കെ. ആ കൈലാഷ്, ആ ഹോസ്പിറ്റലിന്റെ പേരെന്താന്നാ പറഞ്ഞേ?